ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. റാഗി മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിക്ക് അതുപോലെ തന്നെ കോറ, പഞ്ഞിപ്പുള്ളി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇവിടെ റാഗി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പിൻ്റെ അളവ് 240 ml ആണ് കേട്ടോ. ഇനി അതിലേക്ക് അതേ അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം പുട്ടിനൊക്കെ ഉതിർത്തും പോലെ ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും വെള്ളത്തിന് രീതിയിൽ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം അത് മാറ്റി വെക്കുക. ഇനി അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് 1 കപ്പ് അളവിൽ ചിക്കൻ നന്നായിട്ട് എല്ലൊന്നും ഇല്ലാത്ത ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അരിഞ്ഞിട്ടോ എടുക്കുക. അതുപോലെ തന്നെ 2 ഉള്ളിയും കൂടി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് അളവിൽ സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി പേസ്റ്റ്, അതുപോലെ സോയാ സോസ് 2 ടീസ്പൂണ്. ഇനി അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും, 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും, 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഞാൻ ടീസ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച ഡോ എടുത്തിട്ട് 2 പോർഷനായിട്ട് മാറ്റാം നമുക്ക്. ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇതല്ലെങ്കിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതിന് റൗണ്ട് ആകൃതിയിലുള്ള ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളെ ഭൂരിയുടെ വലിപ്പത്തിൽ ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. രണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഓരോ ഉരുളകളായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്തതും കൂടി ഒന്ന് കാണിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് 1 പോർഷൻ മുഴുവനായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പരത്തി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ബോർഡിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതിനായിട്ട് അടിയിൽ കുറച്ച് റാഗിപ്പൊടി വിതറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെയാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അല്ലാതെ ഒന്നായിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം വല്ല റൗണ്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേരിട്ട് ഒന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിൽ നമുക്ക് ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ഒരു 2-3 ടൈപ്പിൽ ഇവിടെ കാണിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് വെച്ചാൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന എല്ലാ രീതിയും ഒരുവിധം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ വക്കൊക്കെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വക്ക് മടക്കിയെടുക്കാത്ത രീതിയിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഈ മക്ക് മടക്കിയെടുത്തതും മടക്കിയെടുക്കാത്ത 2 രീതിയിലും ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീമറിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ ആവി കയറ്റുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ നേരിട്ടിട്ട് തുള്ളി എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ 2 ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. ഇനി നമ്മൾ മൂന്നാമത് നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ ഷോപ്പിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ പൂവടൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനിവിടെ ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ.
അപ്പോൾ കണ്ട നമ്മൾ ഷോപ്പിലൊക്കെ ഈ ഒരു രീതിയിലാണല്ലോ നമുക്ക് മോമോസ് കിട്ടാറുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് റൗണ്ട് ആക്കിയിട്ടും കൂടി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചിക്കൻ കുക്കാവില്ല എന്നൊന്നും കരുതരുത്, നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. ചിക്കന് നല്ല കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതന്നെ നമുക്കൊന്ന് റൗണ്ടാക്കിയും കൂടി എടുക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4 ടൈപ്പ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. മുഴുവനായിട്ട് ഞാനിവിടെ റെഡിയാക്കിയതിന് ശേഷം സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമ്മൾ ഇത് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് നമ്മളിത് 30 മിനിറ്റ് നന്നായിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റ് ഞാനിവിടെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ചുവന്ന ചമ്മന്തിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.